അർത്ഥവിചാരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ച ഒരു വ്യാജ പൊതുബോധം നിർവഹിച്ച പങ്കിനെ പറ്റി പറയുകയുണ്ടായി. അതിന് ഒരു വിശദീകരണം ആവശ്യമാണെന്ന് തോന്നുന്നു. ഒരു ഉദാഹരണം പറയാം. നമ്മൾ വാണിജ്യ മനസ്ഥിതി എന്നുള്ള ഒരു പദത്തെ ഒരു നെഗറ്റീവ് കനോട്ടേഷനിലാണ് എപ്പോഴും കാണുന്നത്. സത്യത്തിൽ വാണിജ്യ സംരംഭങ്ങൾ, വ്യവസായ സംരംഭങ്ങൾ ആ ഒരു കൊമേഴ്സ്യൽ വയബിലിറ്റി എന്നുള്ള ഒരു ആസ്പെക്റ്റ് അവയ്ക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഒരു വാണിജ്യ മനസ്ഥിതി വേണം. വാണിജ്യ മനസ്ഥിതി വേണം എന്ന് പറയുമ്പോൾ തന്നെ അതോട് കൂടെ പറയേണ്ട ഒരു കാര്യങ്ങളുണ്ട്. അതിൻ്റേതായ മൂല്യങ്ങൾ പാലിച്ചുകൊണ്ട്, അപ്പോൾ ആ മൂല്യങ്ങൾ പാലിച്ചുകൊണ്ട് വാണിജ്യ മനസ്ഥിതി ഉണ്ടായാൽ മാത്രമേ വ്യവസായ വാണിജ്യ സംരംഭങ്ങൾ നമുക്ക് വിജയിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വാണിജ്യ മനസ്ഥിതി എന്നുള്ള ഒരു നെഗറ്റിവിറ്റിയിലൂടെ കൃഷി, വ്യവസായം തുടങ്ങിയ സംരംഭങ്ങളെല്ലാം നിരുത്സാഹപ്പെടുത്തിയപ്പോൾ ആക്ച്വലി എന്താണ് സംഭവിച്ചത്? വാണിജ്യ മനസ്ഥിതിയോടുകൂടി സമീപിക്കാൻ പാടില്ലാതിരുന്ന രംഗങ്ങളിലെല്ലാം അതിൻ്റെ ആധിപത്യമാണ് ഉണ്ടായത്. ഉദാഹരണത്തിന് വിദ്യാഭ്യാസം, ആരോഗ്യം, എന്തിന് ആത്മീയത പോലും ഇന്ന് ഒരു വാണിജ്യമായി മാറി. അപ്പോൾ വാണിജ്യവൽക്കരണത്തെ ഒരു നിഷേധാത്മകമായി കണ്ട് അത് വേണ്ട മേഖലകളിൽ നിന്നും അതിനെ മാറ്റി നിർത്തിയപ്പോൾ, അല്ലെങ്കിൽ അതിനെ ഒരു ലുക്ക് ഡൗൺ ചെയ്ത സമയത്ത് അത് ഒരിക്കലും ഗ്രസിക്കാൻ പാടില്ലാത്ത മേഖലകളിലേക്ക് അത് കൊണ്ടുവന്നു എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുണ്ടായിട്ടുള്ളത്. അതേസമയം നമുക്ക് പുറത്തുള്ള സ്ഥാപനങ്ങളെ പറ്റി നോക്കുക. ഉദാഹരണത്തിന് നമ്മൾ ടാറ്റയുടെ എല്ലാ വാണിജ്യ വ്യവസായ സംരംഭങ്ങളും വാണിജ്യ മനസ്ഥിതിയോടുകൂടി തന്നെയാണ് നടത്തുന്നത്. അത് കമേഴ്സ്യലി വയബിൾ ആണെന്നുള്ളത് അവർ ഉറപ്പുവരുത്തുന്നു. അതേസമയം അവർ ഒരുപാട് റിസർച്ച് ഓർഗനൈസേഷൻസ് സ്ഥാപിച്ചിട്ടുണ്ട്. അവർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് പോലെയുള്ള സ്ഥാപനങ്ങൾ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ്, ഹോസ്പിറ്റലുകൾ, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇതെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ അവർ വളരെയധികം ഈ ഒരു വാണിജ്യ മനസ്ഥിതി ഒട്ടും ഇല്ലാതെയാണ് നടത്തുന്നത്. ഇതിന് പുറമെ CSR എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യം അത് വേറെ. അവരുടെ ടാറ്റ ട്രസ്റ്റിൻ്റെ ലാഭത്തിൽ നല്ലൊരു പങ്ക് സാമൂഹ്യ സേവനങ്ങൾക്ക് നൽകുന്നുണ്ടെന്നുള്ളത് മറ്റൊന്ന്. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ വാണിജ്യ മനസ്ഥിതിയെപ്പറ്റി പറയുന്ന നമ്മളെ നാട്ടിൽ ഒരു അപ്പോയിൻമെൻറ്റ് നടക്കുകയാണെങ്കിൽ അതിന് പൈസ വാങ്ങിയിട്ടാണ്, അഡ്മിഷൻ കൊടുക്കുന്നത് പലപ്പോഴും പൈസ വാങ്ങിയിട്ടാണ്. ഇങ്ങനെ ഇരിക്കെ ഈ പറഞ്ഞ സ്ഥാപനങ്ങളിലൊന്നും അവിടുത്തെ അപ്പോയിൻമെൻറ്റോ അല്ലെങ്കിൽ അഡ്മിഷനോ ഒന്നും തന്നെ ആ ഒരു കൺസിഡറേഷൻസിലല്ല. അപ്പോൾ വാണിജ്യ മനസ്ഥിതിയെ നമ്മൾ മാറ്റി നിർത്താൻ ശ്രമിച്ചപ്പോൾ സത്യത്തിൽ അത് വേണ്ട സ്ഥലത്തു നിന്ന് പോവുകയും വേണ്ടാത്ത സ്ഥലത്തെല്ലാം അതിൻ്റെ ആധിപത്യം, നമ്മുടെ വിദ്യാഭ്യാസ രംഗമായാലും ശരി, ആരോഗ്യരംഗമായാലും ശരി, എന്തിന് നമ്മുടെ ദേവസ്വം അല്ലെങ്കിൽ ക്ഷേത്രം, ദൈവികമായ കാര്യങ്ങളിലേക്ക് പോലും ആ ഒരു വാണിജ്യ തൽപരത കൂടുതൽ വരികയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു നിലപാട് ഒരു ഉട്ടോപ്യൻ ലെവലിൽ കൊണ്ടുവരികയും പ്രായോഗിക ലെവലിൽ അതിൻ്റെ ഏറ്റവും വിപരീതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ ആധ്യാത്മിക ലെവൽ പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഉദാഹരണമായിട്ട് ക്യൂ നിൽക്കാണ്ട് തൊഴാൻ വേണ്ടിയിട്ട് ഒരാൾ 1000 രൂപയുടെ നെയ്വിളക്ക് ഗുരുവായൂർ വേണമെന്ന് പറയുന്നത് ഈ പറഞ്ഞതിൻ്റെ ഉദാഹരണമല്ലേ? ആണ്. മാത്രമല്ല, മുമ്പ് തിരുപ്പതിയിൽ അങ്ങനെയാണ്, പഴനിയിൽ ഇങ്ങനെയാണ് എന്നൊക്കെ വിമർശിച്ചിരുന്ന ആൾക്കാരെ കയ്യിൽ ഇതിൻ്റെ അധികാരം കിട്ടിയപ്പോൾ അവർ ഉടനെ ചെയ്തത് ഇത് നടപ്പാക്കുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ മറ്റൊരു വിരോധാഭാസം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ശരിക്കും കൃത്യമായിട്ട് വ്യവസായം നടത്തുന്ന സമയത്ത് അതിനുള്ളൊരു മാനസികാവസ്ഥയിൽ തന്നെ നടത്തിയാലേ വ്യവസായം അവിടെ ലാഭകരമാവൂ, ഗുണകരമാവൂ. കൊമേഴ്സ്യൽ വയബിലിറ്റി. അതോടൊപ്പം അത് ആവശ്യമില്ലാത്ത മേഖലയിൽ, ലാഭം നോക്കാത്ത മേഖലകളിൽ അത് കൃത്യമായിട്ട് ചെയ്യുകയും വേണം. നമ്മെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചത്, അത് വേണ്ട സ്ഥലത്ത് അത് വരാത്തത് കാരണം ആ മേഖലകളിലൊക്കെ പരാജയം സംഭവിക്കുകയും, എന്നാൽ അത് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താതെ അത് വേണ്ടിയിരുന്നില്ലാത്ത മേഖലകളിലെല്ലാം അതിൻ്റെ ആധിപത്യം സംഭവിക്കുകയും ചെയ്യും. ഈ കാര്യത്തിൽ വളരെ ഒരു കൃത്യത വന്നു. പൊതു ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി രൂപീകരിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ അവ വ്യക്തിപരമായ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മുടെ ശരിക്കും വികസനത്തെ നന്നായി ബാധിച്ചിട്ടില്ലേ? ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. നമ്മൾ എന്തിനാണ് പൊതുസ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നത്? നമുക്ക് വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുടെ നിർവഹണത്തിനാണ് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ജില്ലാ അടിസ്ഥാനത്തിൽ അതിൻ്റെ അടുത്ത തലം
അതല്ലെങ്കിൽ സംസ്ഥാന ഭരണകൂടം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത്. നമുക്കൊരു ഫാമിലിയിൽ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് സ്വയം ചെയ്യാവുന്ന കാര്യങ്ങൾ അത് ചെയ്യാനുള്ള അവസരം അവർക്ക് കൊടുക്കുക, അത് അവരുടെ ഒരു കടമയാവുകയും ഈ പൊതുവായിട്ട് വേണ്ട കാര്യങ്ങളിലേക്ക് ഇത്തരം സ്ഥാപനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവരുടെ റിസോഴ്സസ് ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വികസനത്തിനും പുരോഗതിക്കും ആവശ്യമായിട്ടുള്ള ഒരു സമീപനം. പക്ഷേ നമ്മുടെ നാട്ടിൽ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊതു കാര്യങ്ങൾക്ക് വേണ്ടി സെറ്റപ്പ് ചെയ്ത സ്ഥാപനങ്ങൾ വ്യക്തികളുടെ ആവശ്യങ്ങളിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നഗരങ്ങൾ അല്ലെങ്കിൽ പട്ടണങ്ങളെല്ലാം തന്നെ ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുകയാണ്. അവിടെ നമുക്ക് കൂടുതൽ ബസ് ബേകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ റിംഗ് റോഡുകൾ ഉണ്ടാക്കുക, റൗണ്ട് അബൌട്ടുകൾ ഉണ്ടാക്കുക, ഇതെല്ലാം ഒരു വ്യക്തിക്കോ ഈവൻ ഒരു ചെറിയ സ്ഥാപനത്തിനോ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിന് ഒരു ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ വേണം. പക്ഷേ അത്തരം കാര്യങ്ങളെക്കാൾ പ്രയോറിറ്റി നമ്മുടെ പ്രാദേശിക ഭരണകൂടങ്ങളെല്ലാം കൊടുക്കുന്നത് എന്തിനാണ്? അടുക്കള നവീകരിക്കാനുള്ള സഹായം. ഈ അടുക്കള നവീകരണം എന്നുള്ളത് വ്യക്തിയുടെ അല്ലെങ്കിൽ കുടുംബത്തിന് അവർ ചെയ്യേണ്ടതും അവർക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അതേസമയം റോഡിൻ്റെ നവീകരണം എനിക്കോ നിങ്ങൾക്കോ വിചാരിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ പ്രയോറിറ്റീസ് അല്ലെങ്കിൽ മുൻഗണനകൾ അത് ഉദ്ദേശിച്ചിരുന്ന ലക്ഷ്യങ്ങളിൽ നിന്നും മാറി പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സാണ്. ഇങ്ങനെ വ്യക്തികൾക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തിട്ട് അവരുടെ പിന്തുണ ഉറപ്പുവരുത്താൻ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ശ്രമം നമ്മുടെ പൊതുവിഭവങ്ങളുടെ യുക്തിസഹമായ മുൻഗണനാടിസ്ഥാനത്തിലുള്ള വിനിയോഗത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പെൻഷൻസ്, കിറ്റ് കൊടുക്കുന്നത്, ഇതെല്ലാം തന്നെ നമുക്ക് കാണാൻ പറ്റും. അതേസമയം വളരെ അത്യാവശ്യമായിട്ടുള്ള പൊതുവായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്കെല്ലാം വിഭവങ്ങളില്ല എന്നുള്ള ഒരു പല്ലവി നമ്മൾ കേൾക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മുടെ അപ്രോച്ച്, സമീപനവും മുൻഗണനയും കീഴായി മറയുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇത് നമ്മുടെ വികസനത്തിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഈ ബസ് സ്റ്റാൻഡും ബസ് ബേ ഒന്നും ഉണ്ടാക്കിയില്ല, എന്നിട്ട് നേരെ മറിച്ച് കല്യാണ മണ്ഡപം, ഷോപ്പിംഗ് കോംപ്ലക്സ്, ഈ വക കാര്യങ്ങളിലൊക്കെയാണ്. അത് മറ്റൊരു ഏരിയ ആണ്. അതായത് സ്വകാര്യ മേഖലയ്ക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലെല്ലാം സർക്കാരിൻ്റെ പരിമിതമായ വിഭവങ്ങളും കടം വാങ്ങിയിട്ടുള്ള പണവും ഉപയോഗിക്കുകയും അതേസമയം പൊതുമേഖലയിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ അവഗണിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് കാണാൻ പറ്റും, നമ്മൾ ഇപ്പോൾ ബജറ്റിൽ കാറ് വാങ്ങിക്കാൻ 100 കോടി രൂപ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്ക് ഈ കാറ് ലീസിനെടുത്തിട്ടാണ് ഒരുപാട് കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. അതിന് കടം വാങ്ങി പണം മുടക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഗസ്റ്റ് ഹൗസുകൾ, സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾ, ഇതിനെല്ലാം കടം വാങ്ങി സ്പെൻഡ് ചെയ്യുമ്പോൾ ഇതെല്ലാം സ്വകാര്യ മേഖലയിൽ വ്യക്തികളോ സ്ഥാപനങ്ങളോ ഉണ്ടാക്കിയിട്ട് അവരിൽ നിന്നും ലീസിന് എടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു സ്പെൻഡിങ് പ്രയോറിറ്റി വരുന്നതും ഇതിൻ്റെ ഭാഗമാണ്. മാത്രമല്ല ഇവിടെ വേറൊരു കാര്യവും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ പൊതുമേഖലയിൽ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് വലിയൊരു ബ്യൂറോക്രാറ്റിക് സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കി വയ്ക്കുന്നു. വിഭവങ്ങളിൽ എന്തെങ്കിലും കൺസ്ട്രെയിൻ്റ് ഉണ്ടാകുമ്പോൾ ഈ സെറ്റപ്പിനെ നമുക്ക് അതൊരു കമ്മിറ്റഡ് എക്സ്പെൻസാണ്. അതിൽ നിന്നും ഒരു പൈസ പോലും കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ചുരുങ്ങിയ വിഭവങ്ങൾ ഇത് നടത്താൻ വേണ്ടി ഉണ്ടാക്കിയ മെഷീനറിയെ പരിപാലിക്കാൻ സ്പെൻഡ് ചെയ്യുകയും ആ മെഷീനറി കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് അതിന് മാറ്റിവെക്കാൻ വിഭവങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. നമ്മുടെ ഷെഡ്യൂൾഡ് ബാങ്ക്സ് മുഴുവൻ അവരുടെ ബിൽഡിങ്ങുകൾ മുഴുവൻ വാടക കെട്ടിടത്തിലാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇതാ PSCക്ക് വേണ്ടി, അതായത് PSC ഒന്നും ഇക്കാലത്ത് ഒരു ഓഫീസിന്റെ ആവശ്യം പോലും ഇല്ല. ഒരു സെൻട്രലൈസ്ഡ് ഓഫീസല്ലേ വേണ്ടു, എല്ലാം ഓൺലൈൻ. അഥവാ വേണമെങ്കിൽ തന്നെ അത് ലീസിനെടുത്താൽ മതി. ഇത് വളരെ വില കൂടിയ സർക്കാരിൻ്റെ ഭൂമി അല്ലെങ്കിൽ ഭൂമി വാങ്ങിയിട്ട് ദശകോടികൾ ചിലവാക്കി ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിനൊക്കെ നമ്മൾ വിഭവം മുടക്കണോ എന്നുള്ളത് ഇവിടെ ഒരു വളരെ റിലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ആ ഒരു ശരിയായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു ആസൂത്രണം ഇല്ലാതെ വിഭവങ്ങളുടെ വിനിയോഗം നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിയെ രൂക്ഷമാക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഭരണ കാര്യക്ഷമതയെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പറയുന്നതാണ് ലെസ് ഗവൺമെൻറ് മോർ ഗവേണൻസ് എന്നത്. അത് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഒന്ന് വിശദീകരിക്കാം. നമ്മൾ ഒരുപാട് ഭരണപരിഷ്കാര കമ്മീഷനുകൾ കാലാകാലങ്ങളിൽ നിയമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കമ്മീഷനുകളുടെ റിപ്പോർട്ടുകൾ എത്രത്തോളം നടപ്പാക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഉത്തരങ്ങളൊന്നുമില്ല.
ഈ കമ്മീഷനുകളൊക്കെ പലപ്പോഴും രാഷ്ട്രീയമായിട്ട് ചിലരെ ഇരുത്താനുള്ള ലാവണങ്ങൾ എന്നുള്ള രീതിയിൽ മാത്രമാണ് അവയുടെ ഒരു പ്രസക്തി കാണുന്നത്. അവയുടെ റിപ്പോർട്ടുകൾ എന്താണ്, ആ റിപ്പോർട്ടുകൾ നടപ്പാക്കിയിട്ടുണ്ടോ എന്നുള്ളത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു 2-3 പതിറ്റാണ്ടുകളായിട്ട് സാങ്കേതിക മേഖലയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ മുമ്പ് ആവശ്യമുള്ള രീതിയിൽ അല്ലെങ്കിൽ മുമ്പ് നടത്തിയിരുന്ന രീതിയിലല്ലാതെ ഇന്ന് സർക്കാരിന് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഒരുപാട് വഴികളുണ്ട്. അവയെ ഉപയോഗിച്ചിട്ട് സർക്കാർ മെഷീനറിയുടെ ചെലവ് കുറയ്ക്കുക എന്നുള്ള ഒരു അപ്രോച്ച് നമ്മൾ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. ലെസ് ഗവൺമെൻറ് മോർ ഗവേണൻസ് എന്ന് പറയുമ്പോൾ എന്താണോ ഭരണം കൊണ്ട് ജനങ്ങൾക്ക് കിട്ടേണ്ടത് അതിന് പ്രാമുഖ്യം കൊടുക്കുകയും അതിന് വേണ്ട മീൻസ് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടുള്ള ഗുണം അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നു. അപ്പം നികുതി പിരിവിൻ്റെ ഭാരം ഒഴിവാക്കാൻ പറ്റുന്നു. നികുതി പിരിവിൻ്റെ ഭാരം ഒഴിവാക്കാൻ പറ്റുമ്പോൾ സമൂഹത്തിലുള്ള കോസ്റ്റ് കുറയുന്നു. കോസ്റ്റ് കുറയുമ്പോൾ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഉൽപ്പാദന വ്യവസ്ഥയുടെ മത്സരക്ഷമത കൂടുന്നു. ഈ രീതിയിലാണ് നമ്മൾ സമ്പദ് വ്യവസ്ഥയുടെ മത്സരക്ഷമത കൂട്ടേണ്ടത്. ഇപ്പോൾ ഇതിനൊരു ഉദാഹരണം പറയാം. നിതിൻ ഗഡ്കരിജി ഈയിടെയായിട്ടൊരു പ്രസ്താവന നടത്തി. ഇന്ത്യയിൽ ഇപ്പോൾ നടത്തുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ലോജിസ്റ്റിക് ഡെവലപ്മെൻറ്റ്, അത് ഇന്ത്യൻ വ്യവസായങ്ങളുടെ ലോജിസ്റ്റിക് കോസ്റ്റ് ഇപ്പോൾ ഏകദേശം 17 to 18% വരുന്നത് 9% കുറയ്ക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പകുതിയായിട്ട് ഈ ലോജിസ്റ്റിക് കോസ്റ്റ് കുറയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇന്ത്യയിലെ ഉൽപ്പാദകരുടെ അന്തർദേശീയ മത്സരക്ഷമത വർദ്ധിക്കുമെന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കയറ്റുമതി ചെയ്യാനും നമ്മുടെ അന്തർദേശീയ മാർക്കറ്റിൽ നമുക്ക് മത്സരിക്കാനുമുള്ള കഴിവ് അതുകൊണ്ട് വരും. ഇതേപോലെയുള്ളൊരു കഴിവ് കേരളത്തിനകത്ത് നമ്മൾ ഈ ഒരു ലോജിസ്റ്റിക് കോസ്റ്റ് കുറച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് ലഭ്യമാക്കാൻ പറ്റണം. നിർഭാഗ്യവശാൽ അത് നടക്കുന്നില്ല. നമ്മൾ ഈ ടെക്നോളജി ഉപയോഗിക്കാൻ തന്നെ വളരെയധികം വിമുഖതയുണ്ടായിരുന്നു. കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ടിക്കറ്റിംഗ് സിസ്റ്റം ഓൺലൈനായി കഴിഞ്ഞിട്ട് ഏകദേശം 2 പതിറ്റാണ്ടായി. നമ്മുടെ നാട്ടിൽ വളരെ അടുത്താണ് അത് ആയിട്ടുള്ളത്, നിവൃത്തിയില്ലാതെ ആയപ്പോൾ മാത്രം. അതും ആദ്യം ചെയ്തത് വളരെയധികം പ്രശ്നങ്ങൾ വരികയും വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തിട്ട് ഇപ്പോഴാണ് ഒന്ന് സ്റ്റെബിലൈസ് ആയി എന്ന് പറയാവുന്ന ഒരു ലെവലായത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടുകയും ആ നഷ്ടപ്പെടുന്ന സമയം കൊണ്ട് ഈ സ്ഥാപനങ്ങളുടെ തന്നെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുകയാണ്. അത് ഒരു കാര്യം. പിന്നെ നമുക്ക് ഇന്നിപ്പോൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഒക്കെ ഉള്ള കാലമാണ്. നമ്മുടെ ഈ ലാൻഡ് റെക്കോർഡ്സ് എല്ലാം പ്രോപ്പറായ രീതിയിൽ സർവേ ചെയ്തിട്ട് ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അതിനെ രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിൽ യാതൊരു കൃത്രിമവും ആർക്കും നടത്താൻ പറ്റില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ഡീലിങ്സ്, അതുമായിട്ട് അതിൻ്റെ ക്രയവിക്രയങ്ങൾ, അതിൽ വായ്പ കൊടുക്കുന്ന ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനൊന്നുള്ള ഇനീഷ്യേറ്റീവ്സ് നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല. അപ്പോൾ ഈ ലെസ് ഗവൺമെൻറ് മോർ ഗവേണൻസ് എന്നുള്ള രീതിയിൽ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന സമയവും പണവും എല്ലാം ചുരുക്കി ഇതിൻ്റെ ബെനിഫിറ്റുകൾ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുന്നതിൽ വലിയ കാലതാമസം നമ്മളിൽ വരുന്നു എന്നുള്ളതാണ്. ഇത് ക്വാണ്ടിറ്റിയെ സംബന്ധിച്ചായാലും ക്വാളിറ്റിയെ സംബന്ധിച്ചായാലും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഗൺ ലൈസൻസ് കൊടുക്കുന്ന പ്രൊസീജിയർ സർക്കാരിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്ത് നോക്കൂ. ഒരു ഡ്യൂബിയസ് ആയിട്ടുള്ള ഒരു ക്രെഡൻഷ്യലുള്ള ഒരു ലേമന് ഗൺ ലൈസൻസ് കിട്ടുന്നതും ഒരു നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ മാനേജർക്ക് അവരുടെ കറൻസി ചെസ്റ്റിലേക്ക് ഒരു ഗൺ ലൈസൻസിന് അപേക്ഷിച്ചാലും ഒരേ പ്രൊസീജിയറിലാണത് പോകുന്നത്. ഇതൊരു നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ ഒരു മാനേജറാണെന്നും അവരെന്തിനാണിത് ചോദിക്കുന്നതെന്നും അവർക്ക് കൊടുക്കുമ്പോഴുള്ള റിസ്ക്, മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അതിൽ സമൂഹത്തിലുള്ള റിസ്ക്, ആ റിസ്കിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തുകൊണ്ട് ഈ പ്രൊസീജിയറിനെ ആവശ്യമുള്ളിടത്തിൽ ബലപ്പെടുത്താനും അല്ലാത്തയിടത്തിൽ റിലാക്സ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ 2 പേർക്കും കിട്ടാനെടുക്കുന്ന സമയം ഒരേപോലെയാണ്. അതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ് എടുക്കുന്ന എഫേർട്സും ഒരുപോലെയാണ്. ഇവിടെ ഒരു റാഷണലൈസേഷൻ നടത്തുകയാണെങ്കിൽ ഇത് എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റുന്നിടത്തിൽ വേഗം കൊടുക്കാൻ പറ്റും. ഇപ്പോൾ എനിക്കൊരു ബാങ്കർ എന്നുള്ള നിലയ്ക്ക് ഇതിനെ അപ്രോച്ച് ചെയ്തപ്പോൾ അനുഭവമുണ്ട്. നമ്മൾ 7-8 മാസങ്ങൾ നടന്നാൽ പോലും നമ്മുടെ ഒരു ചെസ്റ്റിലേക്കുള്ള ഒരു ഗൺ ലൈസൻസോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിന്യൂവലോ നടത്തുക എന്നുള്ള ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ അതേ സമയം കൊണ്ട് ഒരു ക്രിമിനലിന് ഇത് കിട്ടിയെന്ന് വരും. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഇതിന് എടുക്കുന്ന ടൈം, രണ്ടാമത്തത് ഇതിന് ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്ന കോസ്റ്റും അതിനുള്ള മെഷീനറിയും, അതിൽ യാതൊരു യുക്തി
ഭദ്രതയും വരുന്നില്ല എന്നുള്ളതാണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് കൂട്ടുന്ന ഒരു കാര്യമാണ്. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഹരിജനക്ഷേമ വകുപ്പിന് കീഴിൽ ഉള്ള ഒരു സ്ഥാപനമാണ് കിർത്താഡ്സ് എന്ന് പറയുന്നത്. ഈ കിർത്താഡ്സിൻ്റെ കോഴിക്കോട്ടാണ് അതിൻ്റെ ഒരു ഓഫീസുള്ളത്. ഈ കിർത്താഡ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും വ്യാജ രേഖകൾ ഉപയോഗിച്ചിട്ട് കയറിപ്പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അതിന് ശ്രമിക്കുന്ന ജീവനക്കാരുടെ അതുമായിട്ട് ബന്ധപ്പെട്ട വെരിഫിക്കേഷൻസ് നടത്തുക എന്നുള്ളതാണ്. എന്താണ് അവിടെയുള്ള സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദശാബ്ദങ്ങളായിട്ട് ഇത്തരം തർക്കങ്ങളോ അല്ലെങ്കിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൊടുക്കുന്ന അപേക്ഷകൾ എല്ലാം അവിടെ കെട്ടിക്കിടക്കുകയാണ്. അത് ചെയ്യാൻ അവിടെ ആളില്ല. കാരണം എന്താ വെച്ചാൽ അതൊരു വലിയ സ്ഥാപനമാണ്. അവിടെ എണ്ണം നോക്കിയാൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടെങ്കിലും ഈ പർട്ടിക്കുലർ വെരിഫിക്കേഷൻ നടത്താൻ ഒരു റിസർച്ച് ഓഫീസർ മാത്രമേ ഉള്ളൂ. ഈ ഒരു റിസർച്ച് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അപേക്ഷകൾ വരുന്നുണ്ട്. ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്തു തീർക്കാനാവില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. നമുക്ക് ബാങ്കിൽ ഇതേപോലെയുള്ള എംപ്ലോയീസിൻ്റെ കാര്യത്തിൽ അവർ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ജോലിയിൽ കയറിയത് എന്നുള്ള പരാതി വരുമ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കാൻ നമുക്ക് ഈ ഹരിജനക്ഷേമ വകുപ്പിനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. അവർ ഈ സ്ഥാപനത്തിലേക്ക് നമ്മൾ അപേക്ഷ അയച്ചു കഴിഞ്ഞാൽ ഒരു ദശാബ്ദം കഴിഞ്ഞാലും ഇവർ റിട്ടയർ ചെയ്ത് പോയാൽ പോലും നമുക്ക് അവരിൽ നിന്നൊരു മറുപടി കിട്ടില്ല. ചിലപ്പോൾ എൻട്രൻസ് എക്സാമിനേഷനൊക്കെ ബന്ധപ്പെട്ടിട്ടൊക്കെ പെട്ടെന്ന് ആവശ്യമുള്ള ഇത് വന്നു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കും. ബാക്കിയുള്ളത് ചെയ്തു കൊടുക്കുക, അതിനൊരു സമയപരിധിയോ അല്ലെങ്കിൽ അതിനൊരു ടാറ്റ് എന്നുള്ളതും ടേൺ അറൗണ്ട് ടൈം എന്നുള്ളതും അവരുടെ അജണ്ടയിലേ ഇല്ല. ഈ സാങ്കേതിക വിദ്യ ഇത്രയധികം വികസിച്ചിട്ടും ഈ ഗവേണൻസിനെ പറ്റി നമ്മൾ ഇത്രയൊക്കെ സംസാരിച്ചിട്ടും ഇത്രയൊക്കെ ഭരണപരിഷ്കാര കമ്മീഷൻസ് വന്നിട്ടും ഇതാണ് ഗ്രൗണ്ട് റിയാലിറ്റി. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ വ്യാജ സർട്ടിഫിക്കറ്റിൽ ജോലി തേടിയ ആൾ പെൻഷനായി എല്ലാ ആനുകൂല്യങ്ങളും പറ്റി പിരിഞ്ഞു പോയാൽ പോലും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു മറുപടി അദ്ദേഹം ജോലിക്ക് വേണ്ടി ഹാജരാക്കിയിരിക്കുന്ന ജാതി സർട്ടിഫിക്കറ്റ് ജെന്യൂൻ ആണോ അല്ലയോ എന്നൊരു മറുപടി കിട്ടാൻ ഇപ്പോൾ യാതൊരു നിവൃത്തിയില്ല. ഒരു കേസിൽ അവിടെയുള്ള റിസർച്ച് ഓഫീസർ പ്രത്യേക താല്പര്യമെടുത്ത് റിപ്പോർട്ട് അയച്ചെങ്കിലും അത് സെക്രട്ടേറിയറ്റിലുള്ള സമിതിയിൽ കിടന്ന് വീണ്ടും വൈകിയതിനാൽ ഒരു പ്രയോജനവും ഉണ്ടായില്ല. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഗവൺമെൻറ് മെഷീനറിക്ക് വേണ്ടിയിട്ട് നമ്മുടെ വരുമാനത്തിൻ്റെ ഏകദേശം 70-75% ചിലവാക്കുമ്പോഴും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലങ്ങൾ ആ ഒരു കാര്യക്ഷമതയോടുകൂടി അത് സമൂഹത്തിന് തിരിച്ചു നൽകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല സമൂഹത്തിൽ മറ്റ് ആവശ്യമുള്ള രംഗങ്ങളിലേക്ക് തിരിച്ചുവിടാനുള്ള റിസോഴ്സസ് ഇല്ല എന്ന് പറയുകയും ഈ കമ്മിറ്റഡ് എക്സ്പെൻസസ് എല്ലാ പരിധിയും വിട്ട് മുന്നോട്ട് പോകും. ഉദാഹരണത്തിന് പെൻഷൻ, സാലറി, ഇൻട്രസ്റ്റ്, ഇത് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ ഏകദേശം 40% ഉള്ളൂ അവരുടെ മൊത്തം വരുമാനത്തിൻ്റെ. കേരളത്തിൽ അത് 70-75%-ലധികമായിരിക്കുന്നു. ഇത്രയൊക്കെ ആയിട്ടും ഉള്ള എംപ്ലോയീസിനെ റീഡിപ്ലോയ് ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്ഷനല്ല. അവരിപ്പോഴും പുതിയ ആൾക്കാരെ എങ്ങനെ നമുക്ക് തിരികെ കയറ്റാം എന്നുള്ളതാണ് നോക്കുന്നത്. ഉള്ള ആൾക്കാർക്കുള്ള കമ്മിറ്റ്മെൻറ്റ്സ് എല്ലാ പരിധിയും വിട്ട് ഉയരുമ്പോഴും അവർക്ക് കൊടുക്കേണ്ടത് പലതും അരിയേഴ്സ് ആകുമ്പോഴും ഈ റീഡിപ്ലോയ്മെൻറ്റിനെ പറ്റി ചിന്തിച്ച് പരമാവധി സാങ്കേതികവിദ്യയുടെ ഉപയോഗത്തിലൂടെ ഇതിനെ കാര്യക്ഷമമാക്കിയിട്ട് ഗവേണൻസ് എന്നുള്ളതിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നതിന് പകരം ഗവൺമെൻറ്റിനെ ഇപ്പോഴും ഇങ്ങനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് മറ്റൊരു കാരണമാണ്. കേരളം ഒരു പ്രോഗ്രസീവ് സ്റ്റേറ്റ് ആണ് എന്നാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഈ ഒരു പറച്ചിൽ, ഈ ഒരു വാദം എത്രമാത്രം ശരിയാണ്? അത് നമ്മൾ വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു മേഖലയാണ്. എന്താണ് ഒരു പ്രോഗ്രസീവ് സൊസൈറ്റിയുടെ ലക്ഷണം, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സംസ്ഥാനത്ത് എന്തൊക്കെ ഉണ്ടാവും? ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുന്നിലുള്ള രാജ്യങ്ങളെപ്പറ്റി എപ്പോഴും പറയാറുണ്ട്. ഉദാഹരണത്തിന് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളായിട്ടുള്ള ഫിൻലൻഡ്, സ്വീഡൻ, നോർവേ, ഇവരൊക്കെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ വളരെ മുന്നിലാണ് എന്നുള്ളത്. നമ്മൾ കേരളത്തിനെ അതുമായിട്ട് താരതമ്യപ്പെടുത്താനുള്ള ഒരു കാര്യവും ചെയ്യാറുണ്ട്. പ്രോഗ്രസീവ് സൊസൈറ്റിയുടെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞാൽ അവിടെ അധ്വാനത്തിൻ്റെ മഹത്വം അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് പ്രാധാന്യം ഉണ്ടാവുക. മാത്രമല്ല കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സമൂഹത്തിൽ നിന്ന് നമുക്ക് വേണ്ടത് എടുക്കാനുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള അവകാശം ഉണ്ടാവുക എന്നുള്ളൊരു ചിന്ത വരിക എന്നുള്ളതാണ്.
ഈ കാര്യങ്ങളിൽ കേരളം എത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് നോക്കാം. ഒന്ന്, നമ്മളെ നാട്ടിൽ ഏകദേശം 30 ലക്ഷത്തോളം തൊഴിലില്ലാത്തവരുണ്ട് എന്നാണ് പറയുന്നത്. അതേസമയം 30 ലക്ഷത്തോളം പേര് പുറത്തുനിന്ന് ഇവിടെ വന്ന് തൊഴിൽ ചെയ്യുന്നു. ഇതെന്തുകൊണ്ടാണ്? എന്താണ് തൊഴിലിൻ്റെ മഹത്വം എന്നുള്ള ഒരു പുരോഗമന ചിന്ത അതിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നത്? അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഒരു പ്രോഗ്രസീവ് സൊസൈറ്റി ആണ് എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ഈ പറഞ്ഞിരിക്കുന്ന ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുൻനിരയിലുള്ള രാജ്യങ്ങളിലെ അവിടുത്തെ എല്ലാ തൊഴിലുകളും അവിടെയുള്ള ആൾക്കാർ തന്നെയല്ലേ ചെയ്യുന്നത്. അവർ തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അവിടത്തേക്ക് ആരെയും ഇറക്കുമതി ചെയ്യുന്നില്ല. സ്വീഡനായാലും നോർവേ ആയാലും ഫിൻലൻഡ് ആയാലും. കാരണം അതിന് പകരം തൊഴിൽ എന്തായാലും അതിൻ്റെ മഹത്വം അംഗീകരിക്കുക എന്നുള്ളതാണ് അവിടെ നടക്കുന്നത്. അത് ഒന്നാമത് ഇവിടെ നടക്കുന്നില്ല. അത് കാരണം ഉണ്ടാകുന്ന സാമ്പത്തിക ഇംപ്ലിക്കേഷൻ നമ്മൾ മുമ്പ് പറഞ്ഞു. ഈ 30 ലക്ഷം തൊഴിലാളികൾ മാസം 6000 കോടി രൂപ വെച്ച് പുറത്തേക്ക് അയക്കുന്നുണ്ടെങ്കിൽ അത് ഒരു വർഷം കൊണ്ട് ഏകദേശം 72,000 കോടി രൂപയുടെ ഡ്രെയിനാണ് സംസ്ഥാനത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഈ ഡ്രെയിൻ ഒഴിവാക്കി ആ പണം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ, സമൂഹത്തിൽ കറങ്ങുന്ന രീതിയിൽ വരികയാണെങ്കിൽ അതിവിടെ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് നമുക്ക് ആവശ്യമായ ചരക്കുകളെല്ലാം ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ അതിൽ നിന്നെല്ലാം പുറത്തുനിന്ന് വരുന്നത് കൊണ്ടുള്ള ഡ്രെയിന്, പിന്നെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള തൊഴിലവസരങ്ങളിൽ കിട്ടുന്ന പ്രതിഫലം അത് നമ്മൾ ചെയ്യാത്തത് കൊണ്ട് മറ്റുള്ളവർ വന്ന് ചെയ്യുന്നതുകൊണ്ടുള്ള ഡ്രെയിന്, ഈ രണ്ട് രീതിയിലുമുള്ള റിസോഴ്സ് ഡ്രെയിന് നടന്നുകൊണ്ടിരിക്കുകയാണ്. താൽക്കാലികമായിട്ട് ഇതിനെ നിലനിർത്തുന്നത് നമുക്ക് വിദേശത്ത് നിന്ന് വരുന്ന റെമിറ്റൻസസ് ആണ്. പക്ഷേ ഇത് അങ്ങോട്ടേക്ക് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള സോഴ്സ് അല്ല എന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു പ്രോഗ്രസീവ് സൊസൈറ്റി ആണെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു വിരോധാഭാസം നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത് അണേൺഡ് ഇൻകം. ഒരു പ്രോഗ്രസീവ് സൊസൈറ്റി ഒരിക്കലും അണേൺഡ് ഇൻകത്തിനെ പ്രോത്സാഹിപ്പിക്കില്ല. അതൊരു മോശം കാര്യമാണ് എന്നുള്ളതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏൺ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കുറവാണ്. അതാണ് ഇവിടെ തന്നെ കാണുന്നത്. അധ്വാനിച്ചിട്ട് നമുക്ക് ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അത് നമുക്ക് ജോലിയും കൂലിയും തരുന്നു എന്നുള്ളത്. ഇതിന് സാമ്പത്തികം മാത്രമല്ല, വേറെയും മറ്റേ തലങ്ങളുണ്ട്. നമുക്ക് സാമൂഹിക തലങ്ങളിലും സാംസ്കാരിക തലങ്ങളിലൊക്കെ ഇതുമായിട്ട്, ഉദാഹരണത്തിന് ഒരു മാരേജ് പ്രപ്പോസൽ വരുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളതൊക്കെ ചാലഞ്ചസ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ ഈ അവകാശപ്പെടുന്ന പ്രോഗ്രസീവ് സൊസൈറ്റിക്ക് ചേരുന്നതാണോ എന്നുള്ളൊരു ആത്മപരിശോധന നമ്മൾ നടത്തുന്നില്ല. അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അന്വേഷിക്കാതെയാണ് ഈ അവകാശവാദം നമ്മൾ തുടർച്ചയായിട്ട് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അതിൻ്റേതായിട്ടുള്ള സംഭാവനകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെയുള്ള ഒരു കാര്യം, കേരളത്തിൻ്റെ ഈ പുരോഗമന സ്വഭാവത്തിന് ഏറ്റവും അധികം അവകാശവാദം ഉന്നയിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഇന്നത്തെ മെമ്പർഷിപ്പോ അതിൻ്റെ നേതൃത്വമോ നോക്കിക്കഴിഞ്ഞാൽ എത്ര പേര് ഇതേപോലെയുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നുണ്ട്. ഒരു അരിവാളോ ചുറ്റിയോ പിടിച്ച 5% മെമ്പേഴ്സോ അല്ലെങ്കിൽ നേതാക്കളോ ഇന്ന് ഈ പാർട്ടികളിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യമാണ്. പണ്ട് വിയറ്റ്നാമീസ് നേതാവ് ഹുജിമിൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുമായിട്ട് അദ്ദേഹം ഇൻട്രാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത്? അല്ല, ഞങ്ങൾ രാഷ്ട്രീയമാണ് ചെയ്യുന്നത്. അല്ല, നിങ്ങളുടെ ജോലി എന്താണ്, നിങ്ങളുടെ വരുമാനം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പോൾ ഹോജിമിൻ പറഞ്ഞു, ഞാൻ ഇന്ന് ജോലി ചെയ്തിട്ട് എൻ്റെ കുടുംബത്തിനുള്ള വരുമാനം ഉണ്ടാക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് മറ്റൊരു സാമൂഹ്യ സേവനമാണ്, അതെൻ്റെ ഉപജീവന മാർഗമല്ല. അങ്ങനെ ഒരു അവകാശവാദം നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരിലാവട്ടെ നേതൃത്വങ്ങൾക്കാവട്ടെ എത്ര പേർക്ക് അവകാശപ്പെടാൻ പറ്റൂ എന്നുള്ളതാണ്. വളരെ വളരെ ചെറിയ ഒരു പെർസെൻറ്റേജ് മാത്രമേ അവകാശപ്പെടൂ. അതും നമ്മൾ ഈ അവകാശപ്പെടുന്ന ഒരു പ്രോഗ്രസീവ് സൊസൈറ്റി എന്നുള്ള അവകാശവാദത്തിന് ചേരുന്നതല്ല. മറ്റൊരു കാര്യം കൂടി ഇവിടെ വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഒക്കെ രാഷ്ട്രത്തലവന്മാർ, അവിടുത്തെ ഏറ്റവും ടോപ്പിലുള്ള ആൾക്കാരായാൽ പോലും അവരുടെ ഓഫീസിൽ നിന്ന് അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ വെറും ഒരു കോമണർ മാത്രമാണ്. അവർ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ സഞ്ചരിക്കുന്നതും ഗ്രോസറി വാങ്ങി വീട്ടിൽ പോകുന്നതും മറ്റേതൊരു സാധാരണക്കാരനെ പോലെ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏഞ്ചലെ പോലെയുള്ള ആൾക്കാർ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കൗണ്ടറിൽ ഇരുന്ന് പേയ്മെൻറ്റ് വാങ്ങിയിട്ട് അവരുടെ വീട്ടിലേക്കുള്ള ഗ്രോസറിയും വാങ്ങിയിട്ട് പോകുന്ന കാണാം. ആ കൗണ്ടറിൽ ഇരിക്കുന്ന കുട്ടി അപ്പോഴും ഇരിക്കുകയായിരിക്കും, ഏഞ്ചല മാർക്കർ അവിടെ നിൽക്കുകയായിരിക്കും. അതുപോലെയുള്ള ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതും ഒരു ഈ പുരോഗമനാത്മകതയെപ്പറ്റി നമ്മൾ നടത്തുന്ന അവകാശവാദത്തിന് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒന്ന്, ലോട്ടറി.
എന്താണ് നമ്മൾ ഈ ലോട്ടറിയിൽ ചെയ്യുന്നത്? ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ, മില്യൺ കണക്കിനുള്ള കുടുംബങ്ങളിൽ നിന്നും അവരുടെ ഏറ്റവും കുറഞ്ഞ വരുമാനമുള്ള ആൾക്കാരുടെ റിസോഴ്സ് ചേർത്തിട്ട് അത് 5-10 ആൾക്കാർക്ക് സമ്മാനമായിട്ട് കൊടുക്കുമ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് പുരോഗമനപരമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്? ഇതൊന്നും തന്നെ ഒരു ആത്മവിമർശനമായിട്ട് നമ്മൾ നടത്തുകയും അതിൻ്റെ വെളിച്ചത്തിൽ ഇത്തരം കാര്യങ്ങളെ പുനർവിചിന്തനം ചെയ്യാനും ഒരു മാറ്റം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമവും നടത്തുന്നില്ല എന്ന് മാത്രമല്ല, അതൊക്കെ കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് എങ്ങനെ ഗവൺമെൻറ്റിന് വരുമാനം വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ഉന്നതമായ ലക്ഷ്യങ്ങളെപ്പറ്റി പറയുകയും പ്രായോഗിക ലെവലിൽ വരുമ്പോൾ മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത രീതിയിൽ ഇത് താഴോട്ട് പതിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി സ്വർണത്തോടുള്ള ഭ്രമം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് കൺസ്യൂം ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. ഈവൻ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള മാരേജസിന് പോലും ഇത്രയധികം സ്വർണത്തിൻ്റെ ഇടപാടുകൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും നമ്മൾ ജ്വല്ലറികൾ പോയിട്ട് പരസ്യത്തിലൂടെയും സെലിബ്രിറ്റീസിലൂടെയും അവരിലും അത് ഇൻഡ്യൂസ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതായത് നമ്മളിവിടുന്ന് പ്രോഗ്രസീവ്നെസ് അല്ല എക്സ്പോർട്ട് ചെയ്യുന്നത്, റിഗ്രസീവ്നെസ് ആണ് എക്സ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെയും കാണുന്ന വസ്തുത. അപ്പോൾ നമ്മളൊരു പ്രോഗ്രസീവ് സൊസൈറ്റി ആണെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം, നമ്മുടെ മീഡിയ, ഇവരൊക്കെ എന്താണ് ജനങ്ങളോട് പറയേണ്ടത്? ഹേയ്, ഇതിലെന്താണ് കാര്യമുള്ളത്? നിങ്ങൾ ഇത്രയും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൂലധനമാണ്, മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന മൂലധനമാണ് നിങ്ങൾ നഷ്ടപ്പെടുന്നത്. നിങ്ങൾ ഈ മൂലധനം മുഴുവൻ ഇതിൽ അൺപ്രൊഡക്റ്റീവായിട്ട് ഡെഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ലോക്ക് ചെയ്തിട്ട് അന്താരാഷ്ട്ര മൂലധനം ആകർഷിക്കാനിരിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്? നിങ്ങളുടെ കയ്യിൽ തന്നെ മോഹൻലാൽ സിനിമയിൽ പറഞ്ഞ പോലെ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് എന്ന് ചോദിച്ച പോലെ ഇത്രയും പണം വെച്ചിട്ട് നിങ്ങൾ സ്വർണത്തിൽ വെച്ചിട്ട് പിന്നെ നിങ്ങൾ മൂലധനത്തിന് അന്വേഷിച്ച് നടക്കുന്നത് എന്തിനാണ്? മറ്റൊന്ന്, നമ്മളിപ്പോൾ എണ്ണ വില വർധനയെ പറ്റി എപ്പോഴും പരാതി പറയും. എന്താണ് എണ്ണ വില വർധനയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് ചോദിച്ചാൽ ഡോളറിനെ അപേക്ഷിച്ചിട്ട് റുപ്പി ഡിപ്രീഷിയേറ്റ് ആയി പോകുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് റുപ്പി ഡിപ്രീഷിയേറ്റ് ആയി പോകുന്നത്? നമ്മുടെ ഇറക്കുമതി കൂടുന്നത് കൊണ്ടാണ്. ഇറക്കുമതി കൂടാനുള്ള ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്? ഒന്നാമത്തെ ഐറ്റം ഇറക്കുമതിയിൽ എണ്ണയാണ്, എണ്ണ ഉൽപ്പന്നങ്ങളാണ്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. രണ്ടാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഗോൾഡാണ്. ഇന്ത്യ ഓൾറെഡി 25,000 ടൺ ഗോൾഡ് ഹൗസ് ഹോൾഡിൽ ഉണ്ട് എന്ന്, അത് ലോകത്തെ ഏറ്റവും വലിയ സംഖ്യയാണ്. അവർ വീണ്ടും ഓരോ വർഷവും 800 ടണ്ണിൻ്റെ അടുത്ത് ആവറേജ് ഇറക്കുമതി ഈ അപ്രൂവ്ഡ് ചാനൽസിലൂടെ തന്നെ വരുന്നു. അതിന് പുറമെ കള്ളക്കടത്തായിട്ട് വേറെയും വരുന്നുണ്ട്. ഇതിന് ഇത്രമാത്രം ഒരു ഗോൾഡിനോടുള്ള ആർത്തി, ഈ ഇന്ത്യയിൽ വരുന്ന ഗോൾഡിൻ്റെ ഏകദേശം 20% കേരളത്തിലേക്കാണ് വരുന്നത് നോക്കണം. വെറും 2.5% മാത്രം ജനസംഖ്യയുള്ള കേരളത്തിലേക്കാണ് 20% ഗോൾഡ് വരുന്നത്. ഇതും നമ്മൾ ഈ പുരോഗമനാത്മക സമൂഹമാണ്, ഒരു പ്രോഗ്രസീവ് സൊസൈറ്റി ആണ് എന്നുള്ള അവകാശവാദവുമായിട്ട് ചേരുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റ് ഇൻഡസ്ട്രീസ് ഒന്നും ഇവിടെ ഫ്ലറിഷ് ചെയ്യാതായപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെയും നമ്മുടെ മാധ്യമങ്ങളുടെയും വരുമാന സ്രോതസ്സ് ഇത്തരം ഇൻഡസ്ട്രീസ് ആവുകയും അതുകൊണ്ട് തന്നെ അവർക്ക് പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മുടെ സൊസൈറ്റിക്ക് എത്ര തന്നെ ആവശ്യമുള്ളതാണെങ്കിലും അവർക്ക് പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നാഷൻ ഫസ്റ്റ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് വരുന്നില്ല, പാർട്ടി ഫസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റാണ് വരുന്നത്. അല്ലെങ്കിൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം മീഡിയ ഫസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്ര താല്പര്യങ്ങളെ, അത് സംസ്ഥാനത്തിൻ്റെ കാര്യം എടുത്താൽ സംസ്ഥാന താല്പര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഈ വിഭാഗീയ താല്പര്യങ്ങൾ, അത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആവാം, മാധ്യമത്തിൻ്റെ ആവാം, അവരുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റിന് മേൽക്കൈ കിട്ടുന്നു. ഇതും ഒരു പ്രോഗ്രസീവ് സൊസൈറ്റി എന്നുള്ള നമ്മുടെ അവകാശവാദത്തിന് അനുകൂലമല്ല. അത് നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിലെ പോലെ ജോലിക്ക് കോഴ കൊടുക്കേണ്ട ഒരു സിസ്റ്റം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെ ഒരു ഹൈസ്കൂളിൽ ജോലി കിട്ടണമെങ്കിൽ എന്ത് വേണം? അതിന് മില്യൺ കണക്കിന് രൂപ, 30 ലക്ഷം മുതൽക്ക് 70 ലക്ഷം വരെ സ്ഥാപനത്തിൻ്റെ ഇതനുസരിച്ചിട്ട് അതിൻ്റെ റേറ്റ് വ്യത്യാസപ്പെട്ടായിട്ട് പറയുന്നു. മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം പ്രൈവറ്റ് പാർട്ടി ആണെങ്കിൽ അവർ സാലറി കൊടുക്കുക എന്നല്ലാതെ സാലറി കിട്ടാൻ ഞാൻ ആദ്യമേ അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളത് എവിടെയും ലോകത്തെവിടെയില്ല. അപ്പം ലോകത്ത് ഒരു സ്ഥലത്തും ഇല്ലാത്ത റിഗ്രസീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിൽ നടക്കുകയും എന്നിട്ട് നമ്മൾ പ്രോഗ്രസീവ് സൊസൈറ്റി ആണ് എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതിലെ വൈരുദ്ധ്യത്തെ ചർച്ചയ്ക്ക് വിഷയമാക്കാൻ ആർക്കും തന്നെ താല്പര്യമില്ല എന്നുള്ളതാണ്. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും ചുരുങ്ങിയത് അവർ കുറച്ച് ഇൻഫ്രാസ്ട്രക്ചറെങ്കിലും അതിന് കൊണ്ടുവരുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പോൾ അത് അടുത്ത പടിയിലേക്ക് നീങ്ങിയിട്ട്
വെറും രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് പിടിച്ചടക്കിയിരിക്കുന്ന കോപ്പറേറ്റീവ് ബാങ്കുകൾ പോലെയുള്ള സ്ഥാപനങ്ങളിൽ വരുന്ന ഒഴിവുകൾ പോലും അതിലെ ഡയറക്ടർമാർ ഇതേപോലെ കോഴ വാങ്ങി വിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുകയാണ്. ഈ പറയുന്ന പ്രോഗ്രസീവ്നെസ്സിൻ്റെ ഒരു ഉദാഹരണമാണോ എന്നുള്ള ചോദ്യം എവിടെയും വരുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഉദാഹരണങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രോഗ്രസീവ് സൊസൈറ്റി ആണെന്നുള്ള അവകാശവാദം നമ്മൾ നടത്തുകയും സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും മറ്റു സംസ്ഥാനങ്ങളിലോ മറ്റ് രാഷ്ട്രങ്ങളിലോ ഇല്ലാത്ത രീതിയിലുള്ള അനോമലികൾ അതല്ലെങ്കിൽ റിഗ്രസീവായിട്ടുള്ള പ്രാക്ടീസസ് നമ്മളിവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഇത് ഒരു പുനഃശ്ചിന്തയ്ക്ക് വിധേയമാക്കാത്തിടത്തോളം കാലം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ അതിനെ ഇപ്പോൾ ഗ്രസിച്ചിരിക്കുന്ന ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് വിമോചിപ്പിക്കാൻ പറ്റില്ല. കേരളത്തിലെ അടുത്ത കാലത്തൊക്കെ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന സ്ഥാപനങ്ങൾ മുഴുവൻ ഇതേപോലെ പ്രൈവറ്റ് പാർട്ടികളുടെ സ്ഥാപനങ്ങളാണ്. എല്ലാം ശരിക്കും വ്യവസായം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ യഥാർത്ഥ വ്യവസായങ്ങളെ നമ്മൾ വ്യവസായമായിട്ട് ഇവിടെ വളരാൻ അനുവദിക്കാത്തത് കൊണ്ട് വ്യവസായമാവാൻ പാടില്ലാത്തതൊക്കെ വ്യവസായമായി പോയി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ആശുപത്രികളും വിദ്യാലയങ്ങളും അമ്പലങ്ങളും ആത്മീയ കേന്ദ്രങ്ങളും ഒക്കെ വ്യവസായമായി പോയി. നേരെ കൃഷിയും വ്യവസായവും ആയിരുന്നു ഇതേപോലെ ഈ രീതിയിൽ ഇവിടെ തന്നെ. അതിൽ നിന്ന് വരുന്ന സർപ്ലസ് ആണ് ഇത്തരം കാര്യങ്ങളിൽ അതിനെ അല്ലാത്ത രീതിയിൽ വരുന്നത്. അത് ഇല്ലാതായി പോയപ്പോൾ എന്താണോ ഇങ്ങനെ ആവാൻ പാടില്ലാത്തത് അതെല്ലാം അങ്ങനെ ആയി എന്നുള്ളതാണ്. നമ്മൾ ഇത്രയധികം അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് പോകുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള യുവത ഏറ്റവും അധികം വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ രംഗങ്ങളിൽ മികവ് കാരണം ഹ്യൂമൻ ക്വാളിറ്റി ഉണ്ട് എന്ന് നമ്മൾ കരുതുന്ന അത്തരമൊരു ജനതയാണ് സാമ്പത്തിക വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലധനം എന്ന് കരുതുമ്പോൾ അവർ ഈ വരുമാന സ്രോതസ്സുകൾക്ക് പകരം ഗവൺമെൻറ്റിൻ്റെ ഡോളിന് കാത്തിരിക്കുകയാണ്. ഏകദേശം 70 ലക്ഷത്തോളം കുടുംബങ്ങളുള്ള കേരളത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ 35 ലക്ഷത്തോളം പെൻഷൻ നേരത്തെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനെ 65 ലക്ഷത്തിലേക്ക് വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ എല്ലാ കുടുംബത്തിലെയും യുവാക്കൾ, അധ്വാനശീലത്തിന് കഴിവുള്ള യുവാക്കൾ, അവർ സമ്പാദിക്കുകയും അവരുടെ എൽഡേഴ്സിനെ ടേക്ക് കെയർ ചെയ്യുകയും ചെയ്യുന്നതിന് പകരം അവർക്ക് ഈ പെൻഷൻ കിട്ടി അതിൽ നിന്ന് തങ്ങളുടെ പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുമെന്ന് ആരാ പറഞ്ഞത്? ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി തന്നെയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. ഇതിലൊന്നും അടങ്ങിയിരിക്കുന്ന വൈരുദ്ധ്യം ഈ പ്രോഗ്രസീവ് സൊസൈറ്റി എന്ന് അവകാശപ്പെടുന്ന നമുക്ക് എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് ഇവിടെ ഒരു ചോദ്യചിഹ്നമാണ്. സാധാരണക്കാർ അങ്ങനെയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ്, കാരണം അവർക്ക് അറിയില്ല. പക്ഷേ ഒരു സമൂഹത്തിനെ ഭാവിയിലേക്ക് നയിക്കേണ്ട വിഷനും ഇൻസൈറ്റും ഒക്കെ ഉണ്ടാവണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ സംസ്ഥാനത്തിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന നേതാക്കൾ തന്നെ അതിനെ എൻഡോഴ്സ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് എന്ത് പ്രതീക്ഷയ്ക്കാണ് വകയുള്ളത്? നമുക്ക് അർത്ഥവിചാരത്തിൻ്റെ അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. നമുക്ക് ധാരാളം കാര്യങ്ങൾ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടിട്ട് ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. എല്ലാവർക്കും വിനീത നമസ്കാരം.